ഒരു ലോ ഓഫ് അട്രാക്ഷൻ ബിലീവർ എന്ന നിലയിൽ നിങ്ങൾ ഏത് ടെക്നിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഈ 3 കാര്യങ്ങൾ ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. ഒന്ന്, മറ്റുള്ള വ്യക്തികളെ കുറിച്ച് നിങ്ങൾ കൂടുതലായി തിങ്ക് ചെയ്യുകയും അവരെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്യുക. മറ്റുള്ള വ്യക്തികളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ള കാര്യം, നിങ്ങൾ ആക്ച്വലി എന്താണ് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിൽ നിന്നും നിങ്ങൾ ഒരുപാട് വ്യതിചലിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല, നിങ്ങളുടെ എനർജി നിങ്ങൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള വ്യക്തികളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അവരെക്കുറിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻസ് എന്ന രീതിയിലായിക്കൊള്ളട്ടെ, ഇത്തരത്തിൽ മറ്റുള്ള വ്യക്തികളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ, കൂടുതലായി അവരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ക്വിറ്റ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, പ്രോബ്ലംസിലേക്കാണ് നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും ക്വിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പകരം സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ എപ്പോഴും പ്രോബ്ലംസിലേക്കാണ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസിലേക്കാണ്, എനിക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, അതില്ല ഇതില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലം ഉണ്ട്, ഇത്തരത്തിൽ എപ്പോഴും ലിമിറ്റേഷൻസിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്രോബ്ലം വരാം എന്ന രീതിയിലാണ് തിങ്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. പകരം നിങ്ങൾക്ക് എന്താണോ സൊല്യൂഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്ത് റിസൾട്ട് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹൗ ടു ഗെറ്റ് ദ റിസൾട്ട്, അല്ലെങ്കിൽ എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതലായി ഒബ്സസ്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ തന്നെ വളരെയധികം സ്റ്റക്കായാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയി ക്വിറ്റ് ചെയ്യുക. പകരം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ചെയ്യുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന കാര്യത്തിനെ കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്താനും സാധിക്കും. മാത്രമല്ല, ഒരു ലോ ഓഫ് അട്രാക്ഷൻ ബിലീവർ എന്ന നിലയിൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഹൗ, വെൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായും യൂണിവേഴ്സിലേക്ക് ലീവ് ചെയ്യുക. യൂണിവേഴ്സ് വിൽ ഗൈഡ് യു. നിങ്ങളുടെ ആഗ്രഹം എന്തുമായിക്കൊള്ളട്ടെ അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളും കംപ്ലീറ്റ് ആയി ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിന്റെ കൂടെ തന്നെ ഏതെങ്കിലും പവർഫുൾ ആയിട്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് കൂടി പ്രാക്ടീസ് ചെയ്യുക. പവർഫുൾ ആയിട്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. സോ അഫർമേഷൻ വേണ്ട ആളുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻ വേണ്ട ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഗോൾ മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് മെസ്സേജ് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക, അഫർമേഷൻ അയച്ചു തരുന്നതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 days എങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ആവശ്യമുള്ള ആളുകൾ മെസ്സേജ് ചെയ്തോളൂ.